പ്രയോജനപ്പെടുത്തി ആത്മാക്കളെ അവര് കൊള്ളുവാനും ആദ്യത്തെ മോശം ചേരുവാനും കൃപയോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ യാചനകളൊക്കെ നിന്നോട് ഉപവാസത്തോടു കൂടി ഏകദൈവമായി എന്നേക്കും നിത്യം ജീവിച്ചു വാഴുന്ന നിന്റെ തിരുക്കുമാരനായ ഈശോമിശിഹായുടെ നാമത്തിൽ ഞങ്ങൾക്ക് പുറത്തു തന്നോളണം. മാഷവർക്കുന്നാനെ കൃപ അനുഗ്രഹം തന്നെ ഈശോയുടെ മധുരമേർന്ന തിരുവതയമേ ഞങ്ങൾ ശാസ്ത്രാംഗം വീണങ്ങ് ആരാധിച്ചു വണങ്ങുന്നു. അങ്ങനെ ഇതേവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനോഗുണങ്ങൾ ഓരോന്നിനെ കുറിച്ച് പൂർണ്ണത്തോട് സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായിപ്പാനും ആപത്ത് നിർത്തി സംരക്ഷിപ്പാനും ദുഃഖാശ്ചര്യങ്ങളെ ആശ്വസിപ്പാനും വേണ്ടി അങ്ങ് ഹൃദയത്തിൽ എരിഞ്ഞിരിക്കുന്ന ആഗ്രഹിതാലല്ലയോ മനുഷ്യരീതിയിൽ അപേക്ഷിപ്പിൻ നിങ്ങൾ കൈക്കൊള്ളും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുമ്പോൾ തുറക്കപ്പെടും എന്ന് ധൈര്യപൂർവ്വം വളർത്തിച്ചാൽ തിരുവനന്തപുരം വീണ്ടും മക്കീർത്താപറയത്തോട് വെളിപ്പെടുത്തി 12 വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായി ഏതുവിധ ആവശ്യങ്ങളിലും കൃപസാരം തെറ്റുവരാത്ത സംഘം സഹായിക്കുന്ന പറഞ്ഞേക്കുകയും അനുഗ്രഹങ്ങളുടെ സ്നേഹത്തിൻ്റെ നിധിയായ അങ്ങ് ഹൃദയത്തിന് പക്കലാട്ടെ. ഇന്ന ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് എത്രയും വലിയ എളിമയോടുകൂടി അങ്ങോട്ട് ഞങ്ങൾ യാചിക്കുന്നു. ഈ അപേക്ഷ ഞങ്ങളുടെ ഈശോമിശ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചാണ്. വത്സരാജ്ഞി കന്യകട മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മധുരചരണമേ സ്വസ്തി. അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കം നിലവിളിക്കുന്നു. കണ്ണീരിൻ്റെ താഴ്വരയിരുന്ന് വീക്കന്നെ ഞങ്ങൾ അങ്ങേ പക്കം നെടൂർപ്പെടുന്നു. ആയാൽ അങ്ങയുടെ വ്യത്യാസം അങ്ങ് പ്രവാസേഷം ബുദ്ധൻ്റെ അനുഗ്രഹപരമായി ഞങ്ങൾ നേരെ തിരിക്കണം. കാരുണ്യവും മാസുല്യവും മാതിരി നിറഞ്ഞ കന്യമറിമേ ഈശോമിശിഹായുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുക. സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. പ്രാർത്ഥിക്ക. കർത്താവേ മുഴുവൻ വച്ചോടെ കൊന്തോഷ്കാരം വീണ് കിടക്കണേ. ഈ കുടുംബത്തെ തെക്കം പാർട്ട് എപ്പോഴും പരിശുദ്ധ കന്യായിരിക്കുന്ന കർത്താവ് മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളെ ഉപദ്രവം ഞങ്ങളെ കാത്തുകൊള്ളണം. ഈ അപേക്ഷ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായി ഞങ്ങൾക്ക് സാധിച്ചു. വത്സരാജ്ഞി കന്യകയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മധുര ശരണമേ സ്വസ്തി. അവ്വാടെ ഉറതള്ളപ്പെട്ട മക്കളെ ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവിളിക്കുന്നു. കണ്ണീരിൻ്റെ താഴ്വരയിരുന്ന് വിങ്കിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പൊക്കെ നെടുവിളിച്ചു. ആയാൽ അങ്ങയുടെ മധ്യസ്ഥം അങ്ങേ പ്രവാസേഷം ഉദരത്തിൻ്റെ അനുഗ്രഹഫലമായി ഈശ്വരൻ ഞങ്ങൾ നേരെ തിരിക്കണേ. കാരുണ്യം വാത്സല്യം മാധുര്യം നിറഞ്ഞ കന്യമറിമേ ഈശോമിശിഹായുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുക. സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവെ മുഴുവൻ വച്ചടവും ദോഷകാലം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തർക്കം പാർട്ടി എപ്പോഴും പരിശുദ്ധ കന്യായി ഭർത്താവ് മറിയത്തിൻ്റെ അപേക്ഷ സകല ശത്രുക്കളെ ഊത്തിളകുന്ന ഞങ്ങളെ കാത്തു വന്നു. ഈ അപേക്ഷ ഞങ്ങളുടെ ഭർത്താവ് ഈശോമിശിഹാ വഴിയായി ഞങ്ങൾക്ക് സഹായിച്ചു. പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ റിപ്പീറ്റേഷൻ തന്നെയാണോ? ചെല്ലി തന്നെയാണല്ലോ ചെല്ലുന്നത്? ആദ്യം മാറി മാറി ചെല്ലി നീണ്ട പ്രാർത്ഥനയൊക്കെ ചെല്ലി പിന്നെ റിപ്പീറ്റേഷൻ പഴയ ചെല്ലി തന്നെയാണോ ചെല്ലുന്നത്? കുറച്ചു നേരമായിരുന്നു തുടങ്ങിയിട്ടാ. ഞാൻ വന്നപ്പോഴത്തേനും പ്രധാന ഭാഗങ്ങൾ ഇപ്പോഴാണ് കേട്ടത്. നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത് നമ്മൾ തന്നെ ഒരെണ്ണം തന്നെ ചെല്ലിക്കൊണ്ടിരിക്കണേന്ന്. ലുത്തിനിയെ മാറി. നേരത്തെ ലുത്തിനിയായിരുന്നു. ലുത്തിനിയായിരുന്നു. ഞാൻ പറയണോ? അയ്യോ എത്ര വെച്ചാൽ കേട്ടോ പോരെ. ലുത്തിനിയ നേരത്തെ ചെല്ലിക്കൊണ്ടിരുന്നു. ഇന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ട്. കുറച്ചും കൂടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അമ്മ പ്രാർത്ഥന ചെല്ലുന്ന കാര്യം പറഞ്ഞതാ. പ്രാർത്ഥന ചെല്ലുന്നതേ ഒന്ന് തന്നെയാ പിന്നെയും ചെല്ലുന്നെന്നാ പറഞ്ഞേ. പ്രാർത്ഥന ചെല്ലിയില്ലേ അമ്മ? ഇപ്പൊ എലിക്കുട്ടിയമ്മ ചെല്ലുമായിരുന്നു. സമയം വരുന്നേ ഉള്ളൂ. ഇപ്പൊ എലിക്കുട്ടിയമ്മ ചെല്ലുമായിരുന്നു. കർത്താനമാല ചെല്ലേണ്ട സമയമാണ്. പക്ഷെ എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയല്ല ചെല്ലിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഒരെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു പറഞ്ഞേ. എവിടെ ഉറുമ്പ്? ഉറുമ്പൊന്നുമില്ല.
നമുക്ക് തോന്നണം അത് കുടുംബം നോക്കുന്നത് ഒരു തോന്നണം. അപ്പം ഞാൻ പറയാൻ പോകേണ്ട എലിക്കുട്ടൻ പ്രാർത്ഥന നടത്തിപ്പോയി കേട്ടോ. എലിക്കുട്ടൻ പ്രാർത്ഥനയോട് ഒത്തിരി നേരമായിരുന്നേ, കുറേ നേരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു. അപ്പം ഇപ്പം മാറി ഇന്ന് ചെല്ലി. സാറിന് ലുത്തിനിയാടെ ഇതല്ലേ ചെല്ലിക്കൊണ്ട്, ലുത്തിനിയാടെ മാത്രമേ ചെല്ലിക്കൊണ്ട്, സ്വന്തമൊന്നും ചെല്ലാനില്ലായിരുന്നു. എവിടെ പോ? വീട്ടിലോട്ട്. ഏത് വീട്ടിൽ? വീട്ടിലൊന്നും പോകാനില്ല. ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെ? പ്രാർത്ഥിക്കാൻ പിന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാമല്ലോ, ഇത്ര നേരം പ്രാർത്ഥിക്കില്ല വിനയനെ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ വിനയനെ, ഇവിടെ ഇരുന്നും പ്രാർത്ഥിക്കാലോ. പിന്നെ ഇത്ര നേരം ഇവിടെ ഇരുന്നാ പ്രാർത്ഥിച്ചേ? ഇത്ര നേരം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു എന്ന് പറയുന്നു, പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നു. ഇവിടെയല്ല ഉള്ളത്, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എളുപ്പം, ആര് ശല്യത്തിനില്ലല്ലോ. അത് പള്ളിയിലല്ലേ? അതൊക്കെ ഞങ്ങൾ സ്ഥിരം ചെയ്തോണ്ടിരുന്നല്ലേ, അത് കാരണം അതിപ്പോഴും ഉണ്ട്. ലതിഞ്ഞൊക്കെ പള്ളിയിലാ, പ്രാർത്ഥന എവിടെയുള്ളൂ. പ്രാർത്ഥന എവിടെ? ലതിഞ്ഞൊക്കെ പള്ളിയിലല്ലേ? എന്താ പറഞ്ഞ? ലതിഞ്ഞൊക്കെ പള്ളിയിലല്ലേ? ഞാനൊന്നും തിരിയില്ല. ഇല്ലേ ലതീഞ്ഞേ? ഒന്നും മനസ്സിലാകത്തില്ല. ലതീഞ്ഞ് പള്ളിയിലാന്നാ പറഞ്ഞേ. ലതീഞ്ഞ് ചെല്ലുന്ന പള്ളിയിലല്ലേ, വീട് വഴിയല്ലല്ലോ. ലതീഞ്ഞില്ലേ, ലതീഞ്ഞ്. ആ നമുക്ക് ചില സമയത്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തിരിയല്ല. ഇപ്പൊ ഇങ്ങനെ ചിലരെ കിടക്കാതെ കഴിയുമ്പം അടുത്ത ഘട്ടം പ്രാർത്ഥനോട്ട് പോകും. അതാണ് എലിക്കുട്ടിയമ്മയുടെ ഇന്നത്തെ സ്റ്റൈല്. ഫാനിടാത്തോണ്ടല്ലേ? എലിക്കുട്ടിയമ്മ ഫാനിടുന്ന കാര്യം മറന്നുപോയില്ലേ? അതാ മഴയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എലിയടിക്കുമ്പോ നല്ല ചൂടാ. ഇന്ന് മഴ അങ്ങനെ പെയ്തില്ലല്ലോ, ശകലം മഴയേ പെയ്തുള്ളൂ, പകല് മഴ പെയ്തില്ല, അതൊക്കെ നന്നായി. അത് ഫാനിടാതിരുന്നു തന്നെ, എലിക്കുട്ടിയമ്മ ഫാനിടായിരുന്നല്ലേ? ഫാനിടണമായിരുന്നു. ഫാനിടായിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാറ്റില്ലെന്ന്. ആരാ? രോമം വരാതെ? എന്നാ പറഞ്ഞേ? ചെറുക്കനാണോ? ഞങ്ങളുടെ ചെറുക്കനാണോ? ഇല്ല. എലിക്കുട്ടിയമ്മയുടെ ആരാ ജോമോൻ? എലിക്കുട്ടിയമ്മയുടെ ആരാ ജോമോൻ? ആരാന്ന്? ആണോ? ഉള്ളേക്കുള്ളതല്ലേ? അപ്പൊ എലിക്കുട്ടിയമ്മ ഒന്ന് പറഞ്ഞു, ആ ജോമോനാ ഇരിക്കുന്നെ. ആ ജോമോനാന്നേ ഞാൻ. ഞാനാന്നത്. എന്നത്? അത് കൊള്ളാം. മനസ്സിലാക്കാൻ അറിയില്ല. അത് കൊള്ളാം. ഞാനാ അമ്മയുടെ ഇളയ മകൻ. ഞാനാണ് അമ്മയുടെ ഇളയ മകൻ ജോമോൻ. ഞാനാ അമ്മയുടെ ഇളയ മകൻ. ഞാനാണ് അമ്മയുടെ ഇളയ മകൻ. എലിക്കുട്ടിയുടെ ഇളയ മകനില്ലേ ജോമോൻ, അത് ഞാനാന്നേ. അമ്മയല്ലേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വ്യത്യാസമൊക്കെ ഉണ്ട്. വ്യത്യാസമൊക്കെ ഉണ്ട്. മക്കൾ ജീവിക്കണം, എല്ലാരെയും ബഹുമാനിക്കുകയും ചെയ്യണം. പിന്നെ ഈശോയെ ബഹുമാനിക്കണം, അതൊക്കെ ഉണ്ട്. അമ്മമാരെ ബഹുമാനിക്കണം. പിന്നെ ബന്ധപ്പെട്ടവരെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ബഹുമാനിക്കണം. എല്ലാവരെയും ഒരു കണക്കിൽ കൂട്ടണം. എല്ലാവരും ഒരു കണക്കിൽ കൂട്ടാൻ പറ്റുമോ? എല്ലാവരും ഒരു കണക്കിൽ കൂട്ടാൻ പറ്റുമോ? അപ്പനെ അമ്മയുടെ കണക്ക് നാട്ടുകാരെ കൂട്ടാൻ പറ്റുമോ? അപ്പൻ്റെ അമ്മയുടെയും കണക്ക് നാട്ടുകാരെ കൂട്ടാൻ പറ്റുമോ? നാട്ടുകാരോ അപ്പൻ്റെ അമ്മയുടെയും കൂട്ടാൻ പറ്റുമോ? ഇല്ലല്ലോ. കൂട്ടുപോന്നാ ചോദിച്ചേ. കൂട്ടുപോന്ന് അപ്പൻ്റെ അമ്മയുടെയും കൂട്ടത്തിൽ നാട്ടുകാരെ കൂട്ടാൻ പറ്റുമോന്നാ ചോദിച്ചേ.
അതേ എലിക്കുട്ടിയമ്മ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരാളെ കാണണമെന്ന് പറഞ്ഞു. അത് നടക്കണ കാര്യം. എന്തിനാ കൂട്ടം നമ്മളെ കാരണവന്മാർ നമ്മളെ ആ അതേ പറഞ്ഞേ. അതാ ഞാനും ചോദിച്ചേ. അവരെ വിളിക്കണേല്ല, അതിന്റെ ആവശ്യമില്ല. ഇതെല്ലാം എലിക്കുട്ടിയമ്മ തന്നെയാണ് പറഞ്ഞത്. അവർക്കും കാരണവന്മാരുണ്ട്, അവർ നോക്കോ. ആ അവർ നോക്കിക്കോളൂ. അതല്ലേ ഞങ്ങൾ പറഞ്ഞ കാര്യം. നമ്മുടെ വീട്ടിലുള്ളവരെയും ബാക്കിയുള്ളവരൊക്കെ സഹോദരങ്ങളെയൊക്കെ ബഹുമാനിച്ചിട്ട് മതി മറ്റുള്ളവരെ കാര്യം. എത്ര പേര് പഴയ കാലത്തൊക്കെ എത്ര പേര് പലരെയും നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. കാരണവന്മാർ ഒന്നും ചെയ്യാൻ ചെല്ലിയല്ല. രൂപയും കൊടുക്കണ്ട ഒന്നും അവർ വേണ്ട പോലെ എല്ലാം ചെയ്തു അന്നത്തെ കാലം. ഇതാണെങ്കിൽ എന്തോരം രൂപയും വേണം, എന്തെല്ലാം രക്ഷകളും കൊടുക്കണം. ആ കഴിഞ്ഞ അന്നത്തെ പോലെയല്ല ഇന്ന്. ആ അന്ന് കാശൊന്നും വേണ്ടായിരുന്നു. ഇത് കാശില്ലാതെ ഒരു കാര്യം നടക്കില്ല. ആ അതൊക്കെ അങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ ചെയ്യണം. അത് ആവശ്യമാണ്. അത് ഏറ്റവും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതും പരലോകത്തിൽ ചെല്ലുമ്പോഴത്തെ ഗുണങ്ങൾ വന്നാലറിയാം. അല്ലാതെ ഇവിടെ കിടന്നോട് പല്ല് പിടിക്കുമ്പോഴല്ല. അതൊക്കെ ചെന്നവർക്കല്ലേ അറിയത്തുള്ളൂ, നമുക്കാർക്കും അറിയത്തില്ല. അത് പിന്നെ എത്ര പേർക്കാ മറ്റുള്ളവരിൽ നിന്ന് ഉള്ള ഗുണം കിട്ടണമെന്ന് അറിയാവോ? അത് കാരണം ആണോ? അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ആരോട് ശല്യമില്ലാതെ നോക്കി നോക്കി ചെയ്തുകൊണ്ട് ഓരോന്നിനും പറ്റാവുന്ന പോലെ ചെയ്തുകൊണ്ട് പോണ കാരണം അതൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങളായിരിക്കും എന്ന് പറയണം കേട്ടോ. ഇനി വീട്ടിലോട്ട് പോകാം. ഇനി അവിടെ പോയി കിടന്നു കഴിയുമ്പോൾ നേരം വെളുത്തിട്ട് പോകാം. ഇങ്ങോട്ട് വീട്ടിലോട്ട്. ആ നേരം വെളുത്തിട്ടില്ല, അതിന് സമയമുണ്ട്. സ്വന്തം വീട്ടിലോട്ട് അതിന് സമയമുണ്ട്. നേരം വെളുക്കാൻ അതിന് സമയമുണ്ടെന്നേ. നേരം വെളുക്കാൻ സമയം ഉണ്ടെന്ന്. ഉണ്ടെന്നേ. ഉണ്ടായിക്കോട്ടെ. അതിന് അവിടെ പോയി കിടക്കാത്തല്ല. അല്ല എലിക്കുട്ടിയമ്മല്ലേ ഇതൊക്കെ പറഞ്ഞു, ഞാനാണോ? അവൾക്ക് പോയി കിടന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിച്ചാൽ മതി. എവിടെ കിടന്നും പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ലല്ലോ. എവിടെ കിടന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. എവിടെയാലും ചെയ്യാം. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നല്ല. ചുമ്മാ കിടക്കണേ പേരാ, ചുമ്മാ ഇരിക്കണേ പേരാ. ആ അത് ശരിയാ, ഒരു വ്യായാമാവുമല്ലോ. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാ പറയണേ. അപ്പൊ പിന്നെ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പം? അല്ലേ? തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാ പറയുന്നത്. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാ പറയുന്നത്. എനിക്ക് തിരിഞ്ഞില്ല. തൂണിലും തുരുമ്പിലും എനിക്ക് തിരിയണില്ല. അമ്മ ആരാ കൂടുതൽ കേൾക്കുന്ന ചെവി ആ സൈഡിലായി പോയി, അതുകൊണ്ടാണ് കേൾക്കാത്ത. അല്ലെങ്കിൽ കേട്ടാനെ. എന്നാലും ഞാൻ പറഞ്ഞ കേൾക്കാൻ പാടാ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീട്ടിലോട്ട് പോയെങ്കിൽ അതാണ് നല്ലത്. അവിടെ കിടക്കാറ്. ഇപ്പൊ കിടക്കുന്നത് എവിടെയാ? എവിടെയോ ഇപ്പൊ കിടക്കുന്നത് എവിടെയാ? എവിടെയാ കിടക്കണേ? ഇപ്പൊ കിടക്കണ എവിടെയാന്നാ ചോദിച്ചേ. വീട്ടിലല്ലേ? ഇപ്പൊ കിടക്കുന്നത് വീട്ടിലല്ലേ? ഇപ്പൊ കിടക്കണ വീട്ടിലല്ലേ? ആരാ കിടക്കണം? എലിക്കുട്ടി കിടക്കുന്ന വീട്ടിലല്ലേ എന്ന് ചോദിച്ചേ. ഞാനോ? ആ ഞാനിപ്പോ ഇവിടെയല്ലേ കിടക്കണം. ആ ഇതൊരു വീടല്ലേ? മറ്റൊരു കിടക്കണ രൂപ ഇരിക്കുന്നിടത്തും പ്രാർത്ഥനയില്ലെന്ന് ഒക്കെ അല്ലേ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് പള്ളിയിലല്ലേ? അവിടെ കിടന്ന അവസാനം കിടന്ന് ഓർക്കും. ആ അത് പള്ളിയിലൊക്കെയാ. അങ്ങനെയാ. അത് പള്ളിയിലാ, വീട്ടിലൊന്നുമില്ല. വീട്ടിൽ രൂപ ഇരിക്കുന്നിടത്താണ് പ്രാർത്ഥിക്കുക, കിടത്തുറങ്ങണം. രൂപം വേറെ സൈഡിലല്ലേ ഇരിക്കും? വീട്ടിൽ രൂപം വേറെ സൈഡിലല്ലേ ഇരിക്കുന്നേ? രൂപങ്ങൾ വേറെ സൈഡിലാണ് ഇരിക്കുന്നത്, പള്ളിയിലാണ് രൂപങ്ങളിരിക്കുന്നിടത്തൊക്കെ പോയി പെരുന്നാളിനൊക്കെ പോയി ഓരോരുത്തരൊക്കെ പോയി കിടന്നുറങ്ങണത്. പള്ളിയിലെ കാര്യം പറയുന്നത്. പള്ളിയിലോ? എന്നാ പണി? രൂപമൊക്കെ ഇരിക്കുന്ന പള്ളിയിലാന്നാ പറഞ്ഞു. പള്ളിയിൽ ഇപ്പം പണിയുണ്ടോ? ആ ഒരു പണിയില്ല. ഇങ്ങനെ പ്രാർത്ഥന ചെയ്യും അടുത്ത് വരുമ്പോൾ ഇങ്ങനെ കിടന്നൊരു മൂളലൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവരാരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, ഹൈപ്പ് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഇതൊന്നും പറയാത്തതുകൊണ്ട് കുറച്ച് പേരൊക്കെ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചെയ്തേക്കണം കേട്ടോ. എലിക്കുട്ടമ്മയ്ക്ക് പിന്നെ പോയോ? ആ ഇവിടുത്തെ അമ്മ ഇവിടെ ഇല്ല. അമ്മ പള്ളിയിൽ പോയി. വീട്ടിൽ പോയില്ല, പള്ളിയിൽ പോയതാ. പള്ളി വരെ പോയതാ.
പള്ളിയിൽ പോയാണെങ്കിൽ പണ്ടേ വന്നത്. ആ പള്ളി പോയ എല്ലാ ദിവസവും നേരത്തെ വരികയില്ല. ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും. ഇല്ല, വന്നെങ്കിൽ ഇങ്ങനെ വരികയില്ലായിരുന്നു. ഏ? വന്നെങ്കിൽ ഇങ്ങനെ വന്ന് എലിക്കുട്ടീനെ വിളിക്കില്ലായിരുന്നോ? പിന്നെ ഇപ്പോഴാ വന്നെ? നേരം പുറത്താണ് വന്നെ. നേരം വെളുത്തൊന്നുമില്ല, പള്ളിയിലെ പരിപാടി കഴിയുമ്പോൾ വരും. രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പള്ളി പരിപാടിയൊന്നുമില്ല. അതില്ലെന്നേ, അത് കഴിയണ്ടേ. ഏ? പള്ളിയിലെ കഴിയാതെ വരാൻ പറ്റത്തില്ലല്ലോ. എന്നാ പള്ളിയിലെ കഴിയാതെ വരാൻ പറ്റിയല്ലോ. എന്നാ പള്ളിയിലെ കഴിയാതെ വരാൻ പറ്റുമോ? അയ്യായിരം പള്ളിയിലെ കഴിയാതെ, കയ്യാലേതല്ല, അധികാരോ? ആ പോടുന്നു, എനക്കിടക്ക് പറ്റിയില്ല. പള്ളിയിൽ എന്നതാ? പള്ളിയിലൊന്നുമില്ല. അത് നോക്കാൻ അവിടെ മേലധികാരികളില്ലേ? ആ മേലധികാരികൾ നോക്കിക്കോളൂ. പള്ളിക്കാരെ, പള്ളിയിലെ എല്ലാ കാര്യവും. ആ അതെ അതെ. അവർ പള്ളിയിൽ പോയി കാണണ്ട എലിക്കുട്ടിയെ മേടിച്ചിരുന്ന വർത്തമാനം പോയത്. എലിക്കുട്ടിയെ മേറ്റ് നോക്കുന്നുമില്ല. പോകണമല്ലാതെ കിടക്കാതിരിക്കാൻ പറ്റിയ അതൊന്നുമില്ല. എലിക്കുട്ടിയെ മേറ്റ് നടക്കണം നോക്കണമൊന്നുമില്ല. എലിക്കുട്ടിയമ്മ കിടന്ന് പ്രാർത്ഥനയും ഇതായിരുന്നതാണ്. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, ഇച്ചിരി ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫാൻ ഇട്ട് കൊടുത്തത്. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. നീട്ടിയും കുറുക്കിയും ഉള്ള പ്രാർത്ഥനകളായിരുന്നു. ഒഴിഞ്ഞെടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഭാഗം ഞാൻ എടുത്തുള്ളൂ ഇതിനകത്ത്. ഏതാ മൂളണേ? മൂളുന്ന എന്നാത്തിനാണ്? ഇങ്ങനെ നടന്ന് മൂളുന്ന എന്നാത്തിനാ? ചുമ്മാ ഒരു ഹോബിയാ കേട്ടോ. എലിക്കുട്ടിയമ്മയുടെ ചില സമയത്ത് കിടന്ന് മൂളുക. എങ്ങോട്ട്? ഞങ്ങൾക്ക് എങ്ങോട്ട്? അവർ താമസിക്കുന്നിടത്തോ. ആര്? അനിയന്മാരും. അനിയന്മാരാര്? ചേട്ടന്മാരും. ആരാ? എവിടെയാ താമസിക്കുന്നത്? എവിടെയാ താമസിക്കുന്നത്? അവരൊക്കെ എവിടെയാ താമസിക്കുന്നത്? അത് താമസിക്കണ കാണട്ടെ. എനിക്കറിയത്തില്ല എവിടെയാണ്. ഇപ്പോൾ തങ്ങ ചെല്ലുമ്പോൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ ആണോ? അവരുടെ അവരൊക്കെ കൊണ്ടല്ലോ എൻ്റെ കൂടെ. ഒരു മിരം വഴിയാ പോകണല്ലേ? അമ്മ വീട്ടിൽ പോകണ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഈ നമ്മുടെ കുടുംബക്കാരെ എല്ലാ വീട് വഴി ഞങ്ങൾ കയറുമായിരുന്നു. കടവ് മുതൽ കുറുമത്ര കടവ് മുതൽ നടന്നു പോകണമെങ്കിൽ കടവിക്കടെ പാലം കൂട്ടക്കത്തെ പാലം വഴിയാണ് പോകണമെങ്കിൽ ആ സൈഡ് വഴിയുള്ള വീട് വഴി എല്ലാം കയറി വർത്തമാനം പറഞ്ഞേ പോകുള്ളൂ. ഇപ്പം മെമ്മറി ചെന്നിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ അമ്മ പള്ളിയിൽ പോയപ്പോ. പള്ളിയിലോ? ആ എപ്പോൾ പോയതാ? അത് കുറേ നേരമായി പോയിട്ട്. ഞാൻ വന്ന ഉടനെ പോയതാ. കുർബാന കഴിഞ്ഞാണോ? കുർബാനയ്ക്ക് പോയതാ മറ്റാ. കുർബാനയ്ക്ക് പോയതാ. കുർബാന കഴിച്ച് കണ്ടോ? ആ കണ്ടു കാണുമായിരിക്കും. കാണാൻ പോയല്ലേ? ഇപ്പൊ കാണിയല്ലേ? വീട്ടിന് പോകുന്നില്ല, വന്നില്ലല്ലോ. ആ വരും കഴിയാതെ വരുമോ? കഴിയാതെ വരുമോ? ശരിയല്ലേ? വരുന്നേ. വരും. നേരം വെളുത്തോ? നേരം വിളക്കണേ രാത്രി. നേരം വിളക്കുമ്പോഴാ പള്ളി ഇരുന്നിട്ട് കാണിക്കാൻ. ഇപ്പൊ പ്രാർത്ഥിക്കുമായിരിക്കും. പ്രാർത്ഥിക്കുമായിരിക്കും. പെരിക്കുട്ടിയും ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുമല്ലേ? എല്ലാവരും പ്രാർത്ഥനയല്ല. അപ്പം ഞങ്ങൾ ഇവിടെ മോളിൽ ചെന്നിട്ട് ലൈബ്രറിയുടെ നഴ്സറി ലൈബ്രറിയുടെ അവിടെ നിന്ന് താഴോട്ട് ഉള്ള വഴി ഇറങ്ങി ചെല്ലുമ്പോഴും നമ്മുടെ സ്വന്തം വീടുകൾ ഇവിടെയുണ്ട്. അവിടെ എല്ലാം കയറി അങ്ങ് പോകുള്ളൂ. അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടനിമാരെ ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ കസിൻസിൻ്റെ വീടുകൾ ഉണ്ട് അവിടെ മുഴുവൻ. ഉള്ള പ്രാർത്ഥന എല്ലാം ചെല്ലി മടുത്ത്. അതാണ് ഈ മൂടലും തലകുത്തിപ്പിടുത്തവും പരിപാടിയൊക്കെ അല്ലേ? പ്രാർത്ഥന എല്ലാം ചെല്ലി മടുത്തില്ലേ? പ്രാർത്ഥന എല്ലാം ചെല്ലി മടുത്തില്ലേന്ന്? പ്രാർത്ഥനയൊക്കെ ചെല്ലി മടുത്തില്ലെന്നാ ചോദിച്ചേ. പ്രാർത്ഥന ചെല്ലി എലിക്കുട്ടി മടുത്തിട്ടല്ലേ മൂളുന്നതെന്നാ ചോദിച്ചേ. ചെല്ലി മടുത്തില്ലേ? ഒരു മൈകഭാഗത്തിലോട്ട് പോവാണ് ഇനി. അങ്ങോട്ട് പോയെങ്കിൽ അവിടെ പോയി കിടക്കാറുണ്ട്. എങ്ങോട്ട്? വീട്ടോട്ട്. അവിടെ ഒന്നും ഇല്ലെന്നേ. വേറെ വീടൊന്നും ഇല്ലെന്നേ. വേറെ വീടൊന്നും ഇല്ലെന്ന്. വീടിന്റെ ഇവിടുന്ന് നമുക്ക് ഒരു വീടേ ഉള്ളൂ. അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു ബോറടിപ്പിക്കാതെ. കിടക്കാനും കിടക്കാനൊക്കെ സുഖാ. വീട് വേണ്ട വേറെ വീടുണ്ടെങ്കിലല്ലേ പറ്റൂ. ശല്യമില്ലല്ലോ. എപ്പോഴും ഒരു ശല്യമില്ലല്ലോ. നല്ല സുഖമല്ലേ? ഇല്ല, ആരെ കൊണ്ട് ശല്യമില്ല. ഒരു കുഴപ്പമില്ല. ഇഷ്ടം പോലെ കിടക്കാം, ഇഷ്ടം പോലെ ഉറങ്ങാം. ഇനിയിപ്പോൾ എന്തോന്ന്? ഇഷ്ടം പോലെ കിടക്കാം, ഇഷ്ടം പോലെ ഉറങ്ങാം. പിന്നെ എന്തോന്നാ കുഴപ്പം? ഇവിടെ ഇഷ്ടം പോലെ കിടക്കാം, ഉറങ്ങാലോ. പിന്നെ എന്താ കുഴപ്പം? ഇഷ്ടം പോലെ കിടക്കുക ഉറങ്ങുകയും ചെയ്യാലോ.
ആണോ? ഉറക്കം വരിക. ഇല്ലേ? അതിന് ഉറക്കം വരാതെ? ഉറക്കം വരികില്ല തന്നെ? ആരും കിടക്കാൻ വന്നിട്ടില്ലല്ലോ. ആ, അപ്പോൾ കിടപ്പുകാരിയെ അന്വേഷിക്കുന്നുണ്ട്. കിടപ്പുകാരി പള്ളിയിൽ നിന്ന് വന്നില്ല. താമസം കാണുമായിരിക്കും. 8 മണിയാകുമായിരിക്കും. ഉള്ളിടത്ത് പോയി കിടക്കാം. ആ, അമ്മ ഉള്ളിടത്താ കിടക്കണേ. അമ്മ ഉള്ളിടത്താ കിടക്കുന്നേ. ആരാ? നമ്മൾ കിടക്കണേ. അമ്മ ഉള്ളിടത്താന്നേ കിടക്കണം. ആ, അത് കിടക്കേണ്ടിയിരുന്നു. ആ, അവിടെ കിടക്കണേ. അമ്മയുടെ കൂടെയല്ലേ കിടക്കണേ? എലിക്കുട്ടിയമ്മയുടെ കൂടെയല്ലേ കിടക്കണേ? ഇനി വേറെ ഏതമ്മയാ വേണ്ടേ? പോയേക്കാം. ഞാൻ പോരുന്നില്ല. ഞാൻ പോരുന്നൊന്നുമില്ല. പോന്നില്ലേ? ഞാൻ പോരുന്നില്ല. അതിനാ ഞാനിവിടെ കിടക്കണുള്ളൂ. വീട്ടോട്ട് പോക്കില്ലേ? ഇല്ല ഇല്ല. വീട് വേണ്ടേ? ഇതാ എൻ്റെ വീട്. ഇതാന്ന് എൻ്റെ വീട്. പിന്നെ അതെ, ഇതിന് ആരുടെ വീടാ? എനിക്ക് വേറെ വീടൊന്നുമില്ല. എലിക്കുട്ടിയമ്മ വേറെ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചുമ്മാ പറയുമല്ലേ. വീട്ടിൽ പോകാം. എലിക്കുട്ടിയമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിതാ. ഇനി വേറെ ഏത് വീട്ടിൽ പോകാനാ? അമ്മയൊക്കെ എവിടെയായി? അമ്മയ്ക്ക് ഇവിടെയാന്നേ. ഇവിടെയാണ്. ഓ, അമ്മയുടെ കാര്യത്തിൽ ഇവിടെ ശാസനെ വിട്ടപ്പോൾ അമ്മയെ പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരോ വീട് വഴിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. കണ്ടിട്ടും കേട്ടിട്ടില്ല. പോകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് പോയേനെ. ആരാ? ഞാൻ ആ വീട്ടിലോട്ട് പോയേനെ. എങ്ങനെ? നേരം പെട്ടത്തേറ്റ് വീട്ടിലോട്ട് പോയേനെ. ആ, നേരം വെളുത്തിട്ടില്ല. അതിന് സമയമുണ്ട്. അതിന് സമയമുണ്ട്. കിടന്നോ? ഇന്ന് അവിടെ കിടന്നോ? എവിടെയാ? അവിടെ കിടന്നോ ഇനിയിപ്പം? ഇവിടെയാ? ആ, ഓ, ഇവിടെ കിടപ്പൊരു ഗുണമായി. ഗുണയില്ലേ? പിന്നെ എവിടെയാ പോയി കിടക്കണേ? ഒന്നുമില്ല. പ്രാർത്ഥനയില്ല, അപേക്ഷയില്ല. ആണോ? പ്രാർത്ഥിക്കാനില്ലാതെ കിടന്നിട്ടല്ല. ആ, ഇത്ര നേരം എലിക്കുട്ടിയമ്മ പ്രാർത്ഥിച്ചില്ല, മറന്നുപോയില്ലേ? പ്രാർത്ഥന അപേക്ഷ തന്നെയായിരുന്നു എലിക്കുട്ടിയമ്മ. എന്നിട്ട് എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയില്ല, അപേക്ഷയില്ലെന്ന്. അപ്പോൾ അതൊക്കെ ഉറക്കത്തിലോട്ട് പോകാൻ തോന്നുന്നു. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക.